പണിയും വിലകും. ഇവനിതൊക്കെ എങ്ങനെ മുതലാവുന്നപ്പോ? എടി എതിർത്തുണ്ടോ? പൂളയ്ക്ക് വിലയിടിഞ്ഞു. നിന്നോട് മുറ്റടിക്കാൻ പറഞ്ഞിട്ട് നിക്കമ്മ. എന്തായി? എവിടുന്ന് വലിക്കാൻ പറ്റണില്ലേ? വലിച്ചു കയറ്റിക്കോ. അതിനൊക്കെ നിങ്ങളുടെ കയ്യിൽ കാശുണ്ട്. അമ്മ എന്താ പറയണേ? അച്ഛയുടെ മെഷീൻ നന്നാക്കുക. എന്താലേ നിങ്ങളെ ഗ്യാസ് ബുക്ക് ചെയ്തോ? വെറുതെ ഗ്യാസിന് വില കുറയുന്ന പറഞ്ഞ് കാത്തുനിന്നിട്ട് ഒരു കാര്യമില്ല. വേഗം ഒരു ഗ്യാസ് ബുക്ക് ചെയ്യാൻ നോക്ക്. തേങ്ങ കൊല. ഇത് നന്നാവാനൊന്നും പോണില്ല. ഇതൊക്കെ തൂക്കി വിറ്റിട്ടേ വേറെ പുതിയത് വാങ്ങാൻ നല്ലത്. പറ്റില്ല. തന്നെ ഇതൊക്കെ കൊണ്ട് ഉള്ളിലേക്കാം. ഇതൊക്കെ തുടച്ചതല്ലേ? ഇതൊക്കെ കൊണ്ടേ ഉള്ളിൽ വച്ചേ. തട്ടല്ലേ തട്ടല്ലേ, പൊടി പൊടി. ഇത് വൃത്തിയാണ്ടേ? അത് പിന്നെ ചെയ്യാം. പത്രത്തിൽ മുഴുവൻ സ്ത്രീധന കേസുകളാണല്ലോ. സ്ത്രീധനം, ഗാർഹിക പീഡനം, കർശന നടപടി. മോളെ വന്ന് കണ്ടിട്ട് പോയല്ലോ. എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? എന്റെ മോളെ നന്നായി വിടാൻ എനിക്കറിയാം. എന്തായാലും നീ വന്ന പോലെ ഒന്നും ആവില്ല. ഞാൻ വന്നതിനിപ്പോ എന്താ കുഴപ്പം? മതി മതി മതി, നിർത്തിക്കോ നിർത്തിക്കോ. അതേ പഴയ കാലല്ല കേട്ടോ. കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ലെങ്കിൽ കൊല്ലുന്ന കാലാ. ഞാൻ കൊടുക്കും. നിന്റെ ആങ്ങളുടെ മോൾക്ക് കൊടുത്തതിനേക്കാൾ പൊന്നും പണവും ഞാൻ ഇവൾക്ക് കൊടുക്കും. അതിനെ ഇതെല്ലാം കൂടി വിറ്റ് പെറുക്കേണ്ടി വരും. അമ്മേ, നിങ്ങളൊക്കെയാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കണേ. ഉള്ള കുടുംബവും വിറ്റ് തൊളിച്ചിട്ട് കെട്ടിച്ചയക്കുകയും ചെയ്യും, എന്നിട്ട് അവസാനം കിടന്ന് പോവുകയും ചെയ്യും. നിങ്ങൾക്കറിയോ, എനിക്കിപ്പോൾ ആവശ്യം ഒരു കല്യാണമല്ല, നല്ല വിദ്യാഭ്യാസവും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ജോലിയാണ്. അതിനു വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. അല്ലാണ്ട് എന്നെ ഒരു ഭാരമായി ഒഴിവാക്കുകയല്ല വേണ്ടത്. പൂള വന്നില്ലേടേ? ഇപ്പൊ കൊണ്ടുവരാച്ചാ.